ഗുഡ് മോർണിംഗ്. നമ്മുടെ ഇന്തോനേഷ്യൻ ട്രിപ്പിൽ നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് യോഗ്യകാർത്ത എന്ന് പറയുന്ന സ്ഥലത്താണ്, ജോർജിയ. ഇന്നലെ രാത്രി സ്റ്റേ ചെയ്തിട്ടുള്ള ഇതൊരു ഹോം സ്റ്റേ പോലത്തെ സംഭവമാണ്. നമ്മുടെ റിയാൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു കെയർ ഓഫിൽ നമുക്ക് 1000 രൂപയാണ് ഇവിടെ ചാർജ് വരുന്നത് കേട്ടോ. നമ്മുടെ ഇന്ത്യൻ മണി 1000 രൂപ, 2 പേർക്ക് ഒരു റൂം, AC റൂമാണ്. അത്യാവശ്യം നീറ്റാണ്, അത്യാവശ്യം നല്ല പ്രോപ്പർട്ടിയാണ്. നമ്മൾ രാത്രിയിൽ ഇവിടെ സിറ്റിയൊക്കെ ഒന്ന് കറങ്ങി ഇവിടുത്തെ സ്ട്രീറ്റ് ഫുഡും കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തു. അപ്പോൾ നമ്മളിപ്പോൾ യോഗ്യകാർത്തയിലുള്ളത്. ഞങ്ങളിന്ന് 2 ടെമ്പിൾ വിസിറ്റ് ചെയ്യാൻ പോവുകയാണ്. ചാണ്ടി പ്രംബനാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഇന്തോനേഷ്യയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ബുദ്ധ ടെമ്പിളാണ് അല്ലേ. ഒന്ന് ഹിന്ദു ടെമ്പിളും അതുപോലെ തന്നെ ബുദ്ധ ഹിന്ദു മിക്സ്ഡ് ആണ്. ബുദ്ധന്മാരും ഹിന്ദുക്കളും തമ്മിൽ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ടെമ്പിളാണ്. വളരെ ഫേമസ് ആണെന്ന് പറഞ്ഞു. പക്ഷേ 2000 രൂപ എൻട്രി ടിക്കറ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടത്തേക്ക് പോവുകയാണ്. രാവിലെ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അപ്പോൾ നമുക്ക് പോകുന്നുള്ള കാഴ്ചകളും പിന്നെ അവിടെ ചെന്നിട്ട് നമുക്ക് ഏത് ടെമ്പിളാണ് നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റുക എന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് കാണാം. അത്യാവശ്യം നീറ്റാണ് പ്രോപ്പർട്ടി. അപ്പോൾ നിങ്ങൾ ഇന്തോനേഷ്യയിലേക്ക് വരുമ്പോൾ ഒരു ബഡ്ജറ്റ് സ്റ്റേ ഒക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെ സ്റ്റേ ചെയ്യാം. ഗ്രീൻ ഹൗസ് എന്നാണ് ഇതിൻ്റെ പേര് കേട്ടോ. ഗ്രീൻ ഹൗസ് യോഗ്യകാർത്തയിലാണ് ഈ ഒരു ഹോട്ടൽ വരുന്നത്. അപ്പോൾ റിയൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ പ്രോപ്പർട്ടിയാണ്. ആ ഒരു കെയർ ഓഫിൽ നമ്മളിവിടെ വന്നതാണ്. ഇത് നമ്മളെ വണ്ടി എത്തിയിട്ടുണ്ട്. റിയ രാവിലെ ഇന്നലെ രാത്രി പുള്ളിയുടെ ബ്രദറിൻ്റെ വീട്ടിലോട്ട് പോയി വിളിക്കാൻ പോവാണ്. റിയ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നമ്മളെ രാവിലെ നമുക്ക് ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. പിന്നെ ഇന്നലെ രാത്രി നമ്മൾ സിറ്റി ഒന്നും ശരിക്കും കണ്ടിട്ടില്ല യോഗ്യകാർത്ത. ഇതും നമ്മൾ ജക്കാർത്ത കാണുന്ന പോലെ തന്നെ കാണാൻ ഒരുപാട് സംഭവങ്ങളുണ്ട് ഇവിടെ. ഇന്നലെ രാത്രിയിലത്തെ സ്ട്രീറ്റ് വൈബൊക്കെ പൊളിയായിരുന്നു കേട്ടോ. കുതിര സഫാരി, അവിടെ ഒരുപാട് സ്ട്രീറ്റ് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അടിപൊളിയായിരുന്നു. നൈറ്റിലെ വൈബ്. നമുക്ക് ഇന്നൊന്നും കൂടെ അവിടെ പോകണം. ഇന്നലെ രാത്രി ടയേർഡ് ആയതുകൊണ്ട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ല. ടെമ്പിളും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് മെയിനായിട്ട് നമ്മൾ വിസിറ്റ് ചെയ്യുന്നത്. ഓക്കെ റിയ, പുള്ളി ഇന്നലെ പുള്ളിയുടെ ബ്രദറിന്റെ വീട്ടിലേക്ക് പോയി. മൻസൂർ ഭായ് ഇതേ പുറകിലുണ്ട്. ഇവർക്ക് ഇവിടെ ഒക്കെ കണക്ഷൻ ഉണ്ട്. ഈ ജക്കാർത്തയിലായാലും ഈ യോഗ്യകാർത്തയിലായാലും സോളോയിലാണ് പുള്ളിയുടെ വീട് വരുന്നത്. അപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും മൂപ്പർക്ക് കണക്ഷനാണ്. നമ്മൾ ഇന്നലെ രാത്രിയിൽ നൈറ്റ് ലൈഫ് കാണാൻ വന്നിട്ടുള്ള സ്ട്രീറ്റാണിത്, മാലിബോറോ സ്ട്രീറ്റ്. യോഗ്യകാർത്തയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്ട്രീറ്റാണ്. നൈറ്റ് ലൈഫ് നടക്കുന്ന ഒരു സ്പോട്ടാണ്. ഇന്നലെ 1 hour ഇവിടെ വന്ന് സ്പെൻഡ് ചെയ്തു. ഇന്ന് രാത്രി നമുക്ക് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇന്നത്തെ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് റിട്ടേൺ വന്നിട്ട് ഇവിടെ വരണം. ഒരുപാട് സ്ഥലങ്ങൾ ഇവിടെ എക്സ്പ്ലോർ ചെയ്യാണ്ട്. ജക്കാർത്തയെ പോലെ ഒരു വലിയൊരു ഹൈടെക് സിറ്റി ഒന്നുമല്ല യോഗ്യകാർത്ത, പക്ഷേ വളരെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരുപാട് പ്ലേസുകൾ നമുക്ക് കാണാനുണ്ട്. കൂടുതലും ടെമ്പിൾസ് ആണ് ഇതിൻ്റെ നിയർ ബൈ ആയിട്ടൊക്കെ വരുന്നത്. ജക്കാർത്ത, യോഗ്യകാർത്ത, സോളോ, ദെൻ ബാലി. ഇതാണ് എൻ്റെ ഒരു പ്ലാനിങ്. ഈ 4 സ്പോട്ടുകൾ എക്സ്പ്ലോർ ചെയ്യണം. ചിലപ്പോൾ പ്ലാനിങ്ങിലൊക്കെ ചേഞ്ചസ് വന്നേക്കാം. എന്തായാലും അപ്ഡേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ ഓരോ എപ്പിസോഡും ഇന്തോനേഷ്യൻ വ്ളോഗ്സ് എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്യും. ഇവിടുന്ന് ഏകദേശം 17 കിലോമീറ്റർ യാത്ര ചെയ്യണം നമുക്ക് പ്രംബനം ടെമ്പിൾ എത്താനായിട്ട്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് സ്പോട്ട് ഉണ്ട്. റിയ പിന്നെ ഫുഡ് ഡെലിവറി ബോയ് ആയതുകൊണ്ട് മൂപ്പർക്ക് ഇവിടുത്തെ എല്ലാ സ്ഥലങ്ങളും അറിയാം. അത് മാത്രമല്ല നല്ല ബഡ്ജറ്റ് ഹോട്ടലുകൾ, അത് നല്ല ക്വാളിറ്റിയുള്ള സ്പോട്ടുകളിലാണ് മൂപ്പര് നമ്മളെ എത്തിക്കുക കേട്ടോ. അത് വളരെ യൂസ്ഫുള്ളാണ്. അപ്പോൾ ഇവിടെ നൈറ്റ് വന്നു കഴിഞ്ഞാൽ ഈ ഒരു സിറ്റിയൊക്കെ കാണാം. അപ്പോൾ നമ്മളിത് യോഗ്യകാർത്ത സിറ്റിയിലെ കാഴ്ചകളും നഗര കാഴ്ചകളും ഒക്കെ കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് സ്പോട്ട് തപ്പിക്കൊണ്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇന്നത്തെ യോഗ്യകാർത്തയിലെ പ്രംബനം ടെമ്പിളിൻ്റെ കാഴ്ചകളാണ് ഈ വ്ളോഗിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. ഫസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. യോഗ്യകാർത്തയിൽ വന്നിട്ട് നമ്മൾ ഇന്നലെ ഡിന്നർ കഴിച്ചത് വലിയൊരു ലൈക്കായില്ല. റിയ ഫുഡ് ഡെലിവറി ആണ് ഇവിടുത്തെ ജോബ് റിയൻ്റെ. അപ്പോൾ അതുകൊണ്ട് ഇവിടെയുള്ള ഓൾമോസ്റ്റ് റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ റിയക്ക് ഭയങ്കര പിടുത്താണ്. അപ്പോൾ അത് ഇവിടെ നമ്മൾ സാധാരണ പോലെ തന്നെ റൈസ്, പിന്നെ ഇവിടെ കുറച്ചധികം മെനു ഉണ്ട് കേട്ടോ. ഫിഷിൽ തന്നെ ഒരുപാട് മെനു ഉണ്ട്. വെജിറ്റബിൾ, വെജിറ്റബിൾ ആണ് കേട്ടോ. വെജിറ്റബിൾ സലാഡും അതിൽ ആ പച്ച നമ്മുടെ നാട്ടിലത്തെ പച്ചപ്പയറൊക്കെ അല്ലേ. ചിക്കൻ ഫ്രൈ, റോസ്റ്റ് ടൈപ്പ് കുറേ ഉണ്ട്. പിന്നെ അത് എഗ് മസാല ഉണ്ട്. ചിക്കൻ കറി ഉണ്ട്. ചിക്കൻ ഫ്രൈഡ് ചിക്കൻ ഉണ്ട്. പിന്നെ ഇത് ഫിഷ് ഫ്രൈ ഒക്കെ ഉണ്ട്. അതൊക്കെയാണ് ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. പിന്നെ ഇത് വേറൊരു സംഭവം. അപ്പം നമ്മളിത് ഇവിടുത്തെ റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി പോണതാണ്. ഓക്കെ, യോഗ്യകാർത്തയിലെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിരിക്കുകയാണ്. നമ്മുടെ റിയൻ്റെ ആക്ച്വലി ഡ്യൂട്ടി എന്ന് പറയുന്നത് ഫുഡ് ഡെലിവറിയാണ്. അപ്പോൾ ഫുഡ് ഡെലിവറി ആയതുകൊണ്ട് മൂപ്പർക്ക് ഇവിടുത്തെ ഓൾമോസ്റ്റ് റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഭയങ്കര ഐഡിയാസാണ്. അപ്പോൾ നമ്മൾ നല്ല റെസ്റ്റോറൻറ്റിൽ തന്നെ മൂപ്പര് കൊണ്ടുപോയി കയറ്റുന്നുണ്ട്. അതായത് ഓവർ ബഡ്ജറ്റും ഇല്ലാത്ത ഒരു മീഡിയം ബഡ്ജറ്റിലുള്ള ഹോട്ടലുകൾ, ഇത് നല്ല ക്വാളിറ്റിയുള്ള ഫുഡുകൾ ആ ലെവലിലാണ്. ഇവിടെ കൂടുതൽ ഫിഷ്, ചിക്കൻ
ബീഫ്, ഇതൊക്കെയാണ് മെയിനായിട്ട് മെനു വരുന്നത്. പിന്നെ നമ്മൾ നോർമൽ നമ്മൾ ഇന്നലെ കഴിച്ച പോലത്തെ വൈറ്റ് റൈസ് സംഭവങ്ങളൊക്കെയാണ്. മസാല പുരട്ടില്ല ഫിഷിൽ, കുറച്ച് സ്പൈസി മധുരം ഉണ്ടാവും. ഇവരെ ഫിഷ് ഫ്രൈ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് സ്വീറ്റ് ആയിട്ടായിരിക്കും. നമ്മുടെ നാട്ടിലത്തെ പോലെ അത്ര അങ്ങ് മസാല പുരട്ടിയിട്ട് കഴിക്കാൻ അത്ര ഒരു ടേസ്റ്റ് കിട്ടില്ല. പിന്നെ ചിക്കൻ ഫ്രൈ ആണ് കണ്ടോ. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ നമുക്ക് സെൽഫ് സർവീസ് ആണ്, ബൊഫെ പോലെയാണ്, ബൊഫെ സെറ്റപ്പാണ് കേട്ടോ. അപ്പോൾ നമുക്കിതിൽ ആവശ്യമുള്ള സംഭവങ്ങളൊക്കെ എടുത്തിട്ട് അവരോട് പറഞ്ഞാൽ മതി, അവർ ബില്ല് എമൗണ്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. പിന്നെ ഇവിടെ രാവിലെ ചായ കോഫിയൊന്നും കുറവാണ്. ഐസ് ടീ അതുപോലെ തന്നെ ജ്യൂസുകൾ, ഇതൊക്കെയാണ് മെയിനായിട്ട് ബ്രേക്ക്ഫാസ്റ്റിൽ മെനുകൾ ഉണ്ടാവുക കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ബാങ്കിൽ നമ്മളെ എമൗണ്ട് പേയ്മെൻറ്റ് തീർന്നിട്ടുണ്ട്, കയ്യിൽ എമൗണ്ട്. ഞാൻ ഏകദേശം നാട്ടിൽ നിന്ന് വരുമ്പോൾ ഇന്ത്യൻ മണി ഒരു 20,000-25,000 രൂപ കയ്യിലുണ്ടായിരുന്നു. അത് ഏകദേശം തീർന്നിട്ടുണ്ട്. കാരണം നമ്മളിപ്പോൾ ഇവിടെ 5ാമത്തെ ദിവസമാണ്. പെട്രോൾ അലവൻസ്, വണ്ടീൻ്റെ പെട്രോൾ, റിയൻ്റെ ഡെയിലി അലവൻസ്, ഫുഡ്, താമസം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ കയ്യിൽ എക്സ്പെൻസ് തീർന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഏകദേശം കുറച്ച് എമൗണ്ട് നമുക്ക് എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ അതിനുവേണ്ടി ബാങ്കിൽ കയറി അതിൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളിവിടെ ഒരു 2-3 കിലോമീറ്റർ സഞ്ചരിച്ച് ഈ ഹോട്ടലിൽ എത്തിയിരിക്കുകയാണ്. ഇനി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇന്ന് നമ്മൾ മെയിനായിട്ട് ഇവിടെ ഒരു ഹിസ്റ്റോറിക്കൽ സിറ്റിയാണ്. ഭയങ്കര ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ളൊരു സിറ്റിയാണ്. ഒരുപാട് ടെമ്പിൾസും ബുദ്ധ ടെമ്പിൾസും അങ്ങനെയുള്ള മൗണ്ടെയിൻസും ഒക്കെ കാണാനുണ്ട്. അഡ്വഞ്ചർ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. നമ്മളിപ്പോൾ ഇന്തോനേഷ്യയിലെ ഏറ്റവും വലിയ ഒരു ഹിന്ദു ടെമ്പിൾ വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. നമ്മൾ ജോഗിയെന്ന് ഏകദേശം 17 കിലോമീറ്റർ ട്രാവൽ ചെയ്തിട്ടാണ് ഈ ഒരു പ്രംബനാൻ എന്ന് പറയുന്ന ഒരു ഹിന്ദു ടെമ്പിളാണ്. വളരെ ചരിത്രപ്രസിദ്ധമായിട്ടുള്ള ഒരു ടെമ്പിളാണ്. ഇന്തോനേഷ്യയിൽ തന്നെ ഏറ്റവും വലിയ ഹിന്ദു മത ടെമ്പിളാണെന്നാണ് ഇത് പറഞ്ഞത്. ഇവിടത്തെക്കുറിച്ച് ഒരുപാട് ചരിത്രങ്ങളും ഭയങ്കര ഭംഗിയുള്ള ഒരു ക്ഷേത്രമാണ്. നമുക്ക് ഇതൊന്ന് കണ്ടു നോക്കാം, ഇതൊന്ന് എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ ഇവിടെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ വണ്ടിയുടെ അവിടെ ഫ്രണ്ടിൽ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഫ്രണ്ടിലത്തെ ഒരു എൻട്രൻസ് ആണ് എൻ്റെ പുറകിൽ കാണുന്നത്. ടിക്കറ്റും കാര്യങ്ങളുടെ റേറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അകത്തോട്ട് പ്രവേശിക്കുക. നമ്മൾ ടിക്കറ്റ് എടുക്കാനായിട്ട് റിയ, മൻസൂർ ഭായ് പോയിട്ടുണ്ട്. അവരുടെ ടിക്കറ്റ് കൗണ്ടറിൻ്റെ ഭാഗത്തുണ്ട് കേട്ടോ. Temple is Hindu religion. Is the Candi Prambanan is more biggest from Indonesia. ഇത് ഇന്തോനേഷ്യയിലെ ഏറ്റവും വലിയ ഹിന്ദു ക്ഷേത്രമാണ്. 9ാം നൂറ്റാണ്ടിന്റെ മധ്യകാലഘട്ടത്തിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത്. ഫോറിനേഴ്സിന് 2000 രൂപ, അതായത് ഇന്ത്യൻ രൂപയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ 2000 രൂപ വാല്യൂ വരും ഫോറിനേഴ്സിന്. അതെ. അപ്പോൾ 2000 രൂപ എൻട്രി ടിക്കറ്റ് എടുത്താൽ മാത്രമേ ഇതിനകത്തേക്ക് നമുക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ, സാധിക്കുള്ളൂ. പിന്നെ ഇത് മാത്രമല്ല, അത് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആണ്. താങ്ക് യു. Good, no problem. Okay, perfect. Italy. I'm sorry because I speak a little. By all India, okay? India dove? Da dove siete dell'India? Where in India? We are from southern part of India, Kerala. You know Kerala? Hello, Kerala southern part. Ah, okay. Southern tip. No, conosco quella parte. You should visit the Nord Italy. No, when you have time, you should visit Kerala. It's very visitato in Kerala? No, India no. You know why? No. You don't like? Never. No, like, but I don't have In the future. the time. No, no time. No time. No, I'm now. not saying not now. But, Maybe future. Maybe someday. In future, yeah, yes. maybe. Elena. Elena. Oh, nice name. Piace tutto. After name also. Hai fatto male. Ok. Bellissima, lo so. Ma'am, hi, ma'am. You're an influencer. Ah, sei un influencer. Hi, thank you. Like venture in the world. Yeah, and then you like choose the sites, Oh, yeah. and everything. Yeah. And then we met. Where you actually visited in Unit? നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. 2500 രൂപയാണ് ടിക്കറ്റ് ചാർജ്. നമ്മൾ കുറച്ച് ഫോറിനേഴ്സിനൊക്കെ അവിടുന്ന് പരിചയപ്പെട്ടു. ഇതാണ് ഇവരുടെ ടിക്കറ്റ് എൻട്രൻസ്. ആൻഡ് ടിക്കറ്റ് നമ്മൾ ഇവിടെ കൊടുക്കുക. So
sorry, over there. ഇറ്റ്സ് ഓക്കെ. ദിസ് എൻട്രൻസ് ഓക്കെ. എൻട്രൻസ് അതെ. ഓക്കെ ഓക്കെ. ഇത് ഇവിടുത്തെ ലോക്കൽസിനുള്ള എൻട്രൻസ് ആണ്. ഇതുവഴിയാണ് നമുക്ക് എൻട്രൻസ് വരുന്നത്. ഫോറിനേഴ്സിന് നമുക്ക് ഇതുവഴിയാണ് പോകേണ്ടത് കേട്ടോ. അപ്പോൾ അതേ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് അങ്ങോട്ട് പോവാണ്. താങ്ക് യു. ഇന്തോനേഷ്യയിലെ മധ്യ ജാവയിൽ സ്ഥിതി ചെയ്യുന്ന 9ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഒരു ഹൈന്ദവ ക്ഷേത്ര സമുച്ചയമാണ് പ്രംബനൻ. ഹൈന്ദവ വിശ്വാസപ്രകാരം ത്രിമൂർത്തികളായ ബ്രഹ്മദേവൻ, വിഷ്ണു, ശിവൻ എന്നിവരാണത്രേ ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. ഇന്തോനേഷ്യൻ നഗരമായ യോഗ്യകാർത്തയിൽ നിന്നും ഏകദേശം 11 കിലോമീറ്റർ വടക്ക് കിഴക്കായാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇന്തോനേഷ്യയിലെ ഏറ്റവും വലിയ ക്ഷേത്രം കൂടിയാണ് പ്രംബനൻ. ഈ ക്ഷേത്ര സമുച്ചയത്തിന് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ സ്ഥാനം ലഭിച്ചിട്ടുണ്ട്. ഇന്തോനേഷ്യൻ വാസ്തുവിദ്യയിൽ തീർത്തൊരു മഹാനിർമ്മിതിയാണ് പ്രംബനൻ. ഇതിൽ ഏറ്റവും വലിയ ക്ഷേത്ര ഗോപുരത്തിന് ഏകദേശം 47 മീറ്റർ 15 നില കെട്ടിടത്തിൻ്റെ ഉയരമുണ്ട് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്നും സഞ്ചാരികൾ ഈ ക്ഷേത്രം സന്ദർശിക്കുന്നുണ്ട്. നമ്മളെപ്പോലെ തന്നെ ഒരുപാട് ഇന്തോനേഷ്യൻ പീപ്പിൾസ് അല്ലാണ്ട് തന്നെ ഒത്തിരി ഫോറിനേഴ്സും അറബ്സും ഒക്കെ ഈ ഒരു പ്രംബനൻ ടെമ്പിൾ വിസിറ്റ് ചെയ്യാനായിട്ട് ഇവിടെ എത്തുന്നുണ്ട് കേട്ടോ. മനോഹരമായിട്ടുള്ള ഞാൻ മാത്രമാണ് ഇതിനകത്തേക്ക് എൻട്രി എടുത്തത്. 2000 റുപ്യ ആയതുകൊണ്ട് മൻസൂർ ഭായ് ഓൾറെഡി വന്നതാണ്, അതുകൊണ്ട് സ്കിപ്പായി. പിന്നെ നമ്മുടെ റിയ ഓൾറെഡി ഇവിടെയൊക്കെ ഉള്ള ആളായതുകൊണ്ട് റിയ അവിടെ എൻട്രൻസിൻ്റെ അവിടെ വെയിറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ നല്ല ചൂടാട്ടോ, അതുകൊണ്ട് ഭയങ്കര ടയേർഡാണ്. അപ്പോൾ ഇവിടെ രാവിലെ നല്ല തണുപ്പും ഉച്ചയ്ക്ക് നല്ല ചൂടും ഈവനിങ്ങിൽ നല്ല തണുപ്പും, ഇങ്ങനെയൊക്കെയാണ് ക്ലൈമറ്റ്. മഴ ഏപ്രിൽ മെയ് ആ മാസങ്ങളിലൊക്കെ കൂടുതൽ മഴ ഉണ്ടാവുമെന്ന് പറഞ്ഞു. പിന്നെ അപ്രതീക്ഷിതമായിട്ട് മഴയൊക്കെ ലഭിക്കാറുള്ള സ്ഥലം തന്നെയാണ്. പക്ഷെ ഇപ്പോൾ നല്ല ചൂടാണ്. ചൂടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉച്ച സമയത്ത് നല്ല പൊള്ളുന്ന ചൂട് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടീൻ്റെ ഉള്ളിലായതുകൊണ്ട് പിന്നെ നമ്മൾ വല്ലാണ്ട് അങ്ങ് അറിയില്ല. പക്ഷെ പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോഴാണ് ചൂടിൻ്റെ ഒരു എഫക്റ്റ് നമ്മൾ അറിയുക. നാട്ടിൽ നല്ല മഴ തിമിർത്ത് പെയ്യാന്നറിയാം. പക്ഷേ ഇവിടെ നമ്മൾ വന്നപ്പോഴത്തേക്കും പക്ഷേ രാവിലെയൊക്കെ നല്ല തണുപ്പാണ്. രാവിലെ നല്ല മൂടൽമഞ്ഞൊക്കെ ആയിട്ട് നല്ല തണുപ്പുണ്ട്. ജക്കാർത്തയിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇന്നലെയൊക്കെ നല്ല അടിപൊളി കാറ്റും നല്ല ക്ലൈമറ്റും ആയിരുന്നു. അപ്പോൾ അതേ നമ്മൾ ടെമ്പിൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരുപാട് റിലാക്സ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ചെറിയ ചെറിയ ആൽമരങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ചോട്ടിൽ ഞാനിങ്ങനെ വിശ്രമിക്കട്ടെ. ഇവിടെ ഒരുപാട് ഫോറിനേഴ്സുകൾ വരുന്നുണ്ട് കേട്ടോ ഈ ഒരു ടെമ്പിൾ കാണാനായിട്ട്. ഒരുപാട് വിദേശികൾ എത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്തോനേഷ്യൻ പീപ്പിൾസും ഒരുപാട് പേര് വരുന്നുണ്ട്. നല്ല മനോഹരമായിട്ടുള്ള ഒരു ടെമ്പിളാണ്. ഭയങ്കര രസമാണ് ഇത് കാണാനായിട്ട് കേട്ടോ. ഭയങ്കര ഒരു റിലാക്സ് ഇവിടെ വരുമ്പോൾ. ഒരുപാട് ടെമ്പിൾസ് ഇങ്ങനെ ചെറിയ ചെറിയ ഡിസ്റ്റൻസിലായിട്ടുണ്ട് കേട്ടോ. ഭയങ്കര രസമാണ് ഇത് കാണാനായിട്ട്. ഇവിടെ മൊത്തം ഇതിൻ്റെ ഓരോരോ ഇങ്ങനെ സംഭവങ്ങളാണ് കാണുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്നും കൂടെ ഇതിന് അടുത്തോട്ട് പോയി നോക്കാം. ഞാൻ വെയിൽ കാരണം കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് മാറി നിന്നതാണ്. വിദേശികളൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഒരു മെയിൻ ടെമ്പിൾ അപ്പുറത്തെ സൈഡിലാണ്. അതിനകത്തേക്ക് ഒരുപാട് പേര് ഇങ്ങനെ നടന്ന് കയറുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് അവിടെ നിന്ന് പോയി നോക്കാം. ഇവിടെ എല്ലാ മതസ്ഥരും ഈ ടെമ്പിൾ കാണാനായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇന്ന മതസ്ഥർക്ക് മാത്രമാണ് ഇതിനകത്തേക്ക് പ്രവേശിക്കാൻ പാടൂ അങ്ങനെയുള്ള ചട്ടങ്ങളൊന്നുമില്ല. ഇവിടെ നമുക്ക് മുസ്ലിം ആയാലും ക്രിസ്ത്യാനികളായാലും ഹിന്ദുസ് ആയാലും ആർക്ക് വേണമെങ്കിലും ഈ ടെമ്പിളിൽ വരാം, ഇതിനകത്തോട്ട് പ്രവേശിക്കാം. അതിന് പ്രത്യേക മാനദണ്ഡങ്ങളോ കാര്യങ്ങളോ റെസ്ട്രിക്ഷൻസോ ഒന്നുമില്ല കേട്ടോ. ഹായ്, വെൽക്കം സലാം. ഫ്രം ഇന്തോനേഷ്യ? ഇന്തോനേഷ്യ ആണ്. അപ്പോൾ ഇവിടെ ജാതി മതഭേദമന്യേ ആർക്കും വരാം. all people entrance, no restrictions. No restriction. All Okay. people can entrance. Entrance. The main temple, this one. Main. Yeah, this is the main temple. One, and we have 16 temple here. 16. Oh. Okay, thank you so much. Yep, and we are from, You are from Indonesia? Yeah, from Indonesia, from Java. Java. Okay. Thank you so much. Just food? Yeah, fruit, many fruit, and then we have, for example, the rice. All eating together. Yep. So in Java, the wedding tray, eating together, and then drinking together. Here might be gelato, no beer. No beer. No gelato or ice cream. Is it noble? Now look here, they are happy. On the roof we find the bird, male and female bird. Making love, they happy. Okay. So in the Everyone's story happy. here we find happy and sad, Yes. good and bad. They are new story happy end. So the next life we want to show you the
ഇന്തോനേഷ്യയിലെ മധ്യ ജാവ പ്രവിശ്യയുടെയും യോഗ്യകാർത്ത പ്രവിശ്യയുടെയും അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ഹിന്ദു ബുദ്ധ ക്ഷേത്ര സമുച്ചയങ്ങളുടെ കൂട്ടമാണ് പ്രംബനൻ ക്ഷേത്ര സമുച്ചയ പ്രദേശങ്ങൾ എന്നൊക്കെ ഐതിഹ്യങ്ങളുണ്ട് കേട്ടോ. ഇതൊരു ലോക പൈതൃക സ്ഥാനമാണ്. പ്രംബനൻ, ലുംബുങ്, ബുബ്രാഹ്, സെവു എന്നീ ക്ഷേത്ര സമുച്ചയങ്ങൾ അടങ്ങുന്ന പ്രദേശമാണിത്. ഈ ക്ഷേത്ര സമുച്ചയങ്ങളെല്ലാം പ്രംബനൻ ആർക്കിയോളജിക്കൽ പാർക്കിൽ സ്ഥിതി ചെയ്യുന്നു. ഇന്തോനേഷ്യൻ ജാവാനീസ് ഭാഷകളിൽ കാൻഡി എന്നാണ് ക്ഷേത്രങ്ങൾ അറിയപ്പെടുന്നത്. ഒരു പാക് നദി താഴ്വാരത്തിലായാണ് ഈ ക്ഷേത്ര സമുച്ചയങ്ങളെല്ലാം സ്ഥിതി ചെയ്യുന്നത്. 8-ാം നൂറ്റാണ്ടിലും 9-ാം നൂറ്റാണ്ടിലുമായി പണി കഴിക്കപ്പെട്ട അനേകം ഹിന്ദുബുദ്ധ ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന, അനേകം പുരാവസ്തുക്കൾ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട പ്രദേശമാണ് പ്രംബനൻ പ്രദേശം അഥവാ കേവു പ്രദേശം. മദര സാമ്രാജ്യകാലത്ത് നിർമ്മിക്കപ്പെട്ടവയാണ് ഇവയിൽ പല ക്ഷേത്രങ്ങളും. അതുകൊണ്ട് ഈ പ്രദേശം മദര സാമ്രാജ്യത്തിൻ്റെ ഗവേഷണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ പ്രദേശത്തെ ക്ഷേത്ര സംയുക്തങ്ങളുടെയും പുരാവസ്തു സ്ഥലങ്ങളുടെയും വൈവിധ്യവും ആധുനികതയും കംബോഡിയയിലെ അങ്കോർ പുരാവസ്തു സ്ഥലവുമായി താരതമ്യപ്പെടുത്താവുന്നതുമാണ്. ജാതിമത ഭേദമന്യേ ഏതൊരു മതവിശ്വാസിക്കും ഈ ഒരു പ്രംബനം ഹിസ്റ്റോറിക്കൽ പ്ലേസ് വിസിറ്റ് ചെയ്യാൻ കേട്ടോ. ഇവിടെ പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊന്നുമില്ല. മനോഹരമായിട്ടുള്ളൊരു ഹിസ്റ്റോറിക്കൽ പ്ലേസ്. എന്തൊരു ബ്യൂട്ടിയാണെന്നറിയോ കാണാനായിട്ട്. വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്പോട്ട്. ഒരുപാട് ടൂറിസ്റ്റുകളാണ് പ്രംബനൻ ടെമ്പിൾ വിസിറ്റ് ചെയ്യാനായിട്ട് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. 2500 രൂപയാണ് ഒരു ഫോറിനേഴ്സിന്, അഡൽട്ടിന് എൻട്രി ചാർജ് വരുന്നത്. ഇന്തോനേഷ്യൻ പീപ്പിൾസിന് കുറച്ചും കൂടെ ചാർജ് കുറവാണ് കേട്ടോ. ഇവിടെ ടൈമിങ് രാവിലെ ഏകദേശം 10 o'clock ഇത് ഓപ്പൺ ആവുന്നത്. വൈകിട്ട് 6:30 വരെ ഈ ഒരു പ്രംബനൻ ടെമ്പിൾ വിനോദസഞ്ചാരികൾക്കായിട്ട് ഇവർ തുറന്നു കൊടുക്കുന്നുണ്ട്. എന്തായാലും നിങ്ങൾ ഇന്തോനേഷ്യൻ യാത്രയിൽ കണ്ടിരിക്കേണ്ട യോഗ്യകാർത്തയിലെ മനോഹരമായിട്ടുള്ള ഒരു ഹിസ്റ്റോറിക്കൽ ടെമ്പിളാണ്, ബുദ്ധമത ടെമ്പിളാണ് പ്രംബനൻ ടെമ്പിൾ. അപ്പോൾ ആരും മിസ് ചെയ്യരുത്. ഇന്തോനേഷ്യ യാത്രയിൽ എല്ലാവരും കണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ ഇന്തോനേഷ്യൻ യാത്രയിലെ യോഗ്യകാർത്തയിലെ പ്രംബനൻ ടെമ്പിളിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളങ്ങനെ ഇവിടുന്ന് യാത്ര തിരിക്കുകയാണ്. പോകുന്ന വഴിക്ക് നമുക്ക് 1-2 സ്ഥലങ്ങളൊക്കെ കയറണം. അതൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ട് നമ്മുടെ ഇന്തോനേഷ്യൻ സോളോ ട്രിപ്പിൻ്റെ മനോഹരമായിട്ടുള്ള ഈ യാത്ര ഇങ്ങനെ തുടരുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ വിലയേറിയ സ്നേഹമുള്ള ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് വീഡിയോ ഒക്കെ കാണുക. അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് ഇനിയും ഇന്തോനേഷ്യൻ്റെ ഭാഗങ്ങളൊക്കെ ചേർത്തുകൊണ്ടുള്ള അടിപൊളി കാഴ്ചകൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. നമുക്ക് കാണാം.